സ്നേഹ ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുവാൻ ലോകം മുഴുവനും ഒരുങ്ങിയിരിക്കുകയാണ്. തോരണങ്ങളാലും മധുരപലഹാരങ്ങളാലും ലോകം മുഴുവനും പരസ്പരം പങ്കുവച്ച് ആഘോഷിക്കുന്ന ഒന്നാണ് ക്രിസ്മസ്. സത്രത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടതുകൊണ്ട് പുൽക്കൂട്ടിലേക്ക് ഒതുങ്ങേണ്ടി വന്ന യേശുക്രിസ്തുവിൻ്റെ ജന്മദിനം നാം ആഘോഷിക്കുമ്പോൾ പുൽക്കൂട്ടിലേക്ക് നമുക്ക് തിരിക്കുന്നു. യോസേഫ് പിതാവും കന്യകമറിയാവും നാട്ടിടയന്മാരും ജ്ഞാനികളും അവർക്കപ്പുറത്ത് മറ്റാരും ആ പുൽക്കൂട്ടിലില്ലെന്ന് നാം തിരിച്ചറിയാം. എന്നാൽ അതിന് പുറത്ത് വലിയൊരു ലോകമുണ്ട്. സമ്പന്നതയുടെയും സുരക്ഷിതത്വത്തിൻ്റെയും ആർഭാടകത്തിൻ്റെയും മറ്റൊരു ലോകം. അവർ സ്വസ്ഥമായും ശാന്തമായും ഈ തണുത്ത രാത്രിയിൽ കിടന്നുറങ്ങുകയാണ്. ഇതുപോലെ തന്നെ നാം ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ സമ്പന്നമായ അനുഭവങ്ങളിൽ നിന്ന് നല്ല ആഹാരം കഴിച്ച് നല്ല വസ്ത്രം കൊടുത്ത് ഒരു ഉത്സവച്ചായയിൽ നാം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമുക്ക് ചുറ്റുപാട് ഈ അനുഭവങ്ങൾ ലഭിക്കാതെ തിരസ്കരിക്കപ്പെട്ടവൻ്റെ ഒരു ലോകമുണ്ട്. വിശക്കുന്നവനും വസ്ത്രമില്ലാത്തവരും ദാഹിക്കുന്നവനും വേദനിക്കുന്നവനുമായ ഒരുവൻ്റെ ലോകം. ലോകം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എളിയവനെ സംബന്ധിച്ച് അവനത് അനുഭവവേദ്യമാകില്ല. ആയതുകൊണ്ട് യഥാർത്ഥ ക്രിസ്മസ് എന്ന് പറയുന്നത് തിരസ്കരിക്കപ്പെട്ടവനും ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ജീവിതത്തിലൂടെ നടക്കുന്നവനുമായ മനുഷ്യനുമായിട്ടുള്ള പങ്കുവെക്കലായി ഈ ക്രിസ്മസിനെ നാം തിരിച്ചറിയണം. ആയതുകൊണ്ട് ഈ ക്രിസ്മസിന് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, നിങ്ങളുടെ ആഘോഷങ്ങൾ വേദനിക്കുന്നവൻ്റെയും ദരിദ്രൻ്റെയും കഷ്ടപ്പാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവൻ്റെയും ജീവിതത്തിലേക്കുള്ള പങ്കുവെക്കലിൻ്റെയും അതുപോലെ നൽകലിൻ്റെയും അനുഭവമായി തീരണമെന്നാണ്. ഈ ക്രിസ്മസ് നമുക്ക് ലഭിക്കുന്ന സന്തോഷം ആ അർത്ഥത്തിൽ മറ്റുള്ളവർക്ക് ഏതെങ്കിലും രീതിയിൽ പങ്കുവെക്കുവാൻ ദൈവമിടയാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നത്. ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രത്യേകമായി നേരുന്നു.